ഇന്നും മുഖ്യമന്ത്രിക്ക് മൈക്ക് പണി കൊടുത്തു. തൃശൂരിൽ നടന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനിടെയാണ് മൈക്ക് പണിമുടക്കിയത്. മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയപ്പോൾ മൈക്കിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുയരുകയും നിലയ്ക്കുകയും ചെയ്തു. എല്ലായിടത്തും ഞാൻ വന്നിരുന്നാലാണ് ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. നിങ്ങൾക്കൊരു വാർത്തയായി എന്ന് പറഞ്ഞ് സരസമായാണ് പിണറായി ഇന്ന് സാഹചര്യം കൈകാര്യം ചെയ്തത്. നേരത്തെ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ പിണറായി പ്രസംഗം ആരംഭിച്ച ഉടനെ മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു. പ്രശ്നം പരിഹരിച്ച് പ്രസംഗം തുടങ്ങുന്നതിനിടെ സദസ്സിലെ ആംപ്ലിഫയറിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതും പരിഭ്രാന്തി പരത്തിയിരുന്നു. മൈക്കുമായുള്ള പിണറായിയുടെ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരിക്കൽ മൈക്ക് ദേഹത്ത് തട്ടിയതിന് മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ തിരുവനന്തപുരത്ത് വെച്ച് മൈക്ക് പണിമുടക്കിയപ്പോൾ അന്ന് പണി കിട്ടിയത് ഓപ്പറേറ്റർക്കായിരുന്നു. പിന്നീട് അങ്ങോട്ട് പലയിടത്തും മുഖ്യമന്ത്രി മൈക്ക് തമ്മിൽ ഏറ്റുമുട്ടി. ഏപ്രിൽ 5 കോട്ടയം, ഏപ്രിൽ 8 പത്തനംതിട്ട തുടങ്ങി ആ പട്ടിക നീളുകയാണ്. പൊതുവേദികളിൽ സാങ്കേതിക തകരാറുകൾ സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ പൊട്ടിത്തെറിച്ചിറങ്ങിപ്പോകാറുള്ള CPM-കാർ ഇലക്ഷൻ എടുത്തപ്പോൾ സംയമനം ശീലിക്കുകയാണെന്നാണ് പൊതുജനം പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ എവിടെ ചെന്നാലും മൈക്ക് തന്നെ പ്രതിഷേധിക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മൈക്കിന് പോലും മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം ശക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്.